നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള PSCയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴിയാണ് ഈ പറയുന്ന ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രോസസ് സെർവർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. കേരള PSC പുറത്തിറക്കിയ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പ്രോസസ് സെർവർ എന്ന പോസ്റ്റിന് വേണ്ടിയുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം വിശദമായി പരിശോധിക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേരള PSC നവംബർ 16 പുറത്തിറക്കിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 259/2020 എന്ന് പറയുന്നൊരു കാറ്റഗറി നമ്പറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കാറ്റഗറി നമ്പറാണ് നിങ്ങൾ കേരള PSC തുളസിയിൽ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. മാത്രമല്ല അവസാന തീയതി ഡിസംബർ 23 അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് പ്രോസസ് സെർവർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 23. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ SC ST കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഒരു വേക്കൻസിയാണിത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്. ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. മാത്രമല്ല പോസ്റ്റിന്റെ പേര് പ്രോസസ് സെർവർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ പറയുന്ന പ്രോസസ് സെർവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് SC ST കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇപ്പോൾ കഴിയുകയുള്ളൂ. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണിതെന്നും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു പ്രോസസ് സെർവർ പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി 17,500 രൂപ മുതൽ 39,500 രൂപ വരെ ആയിരിക്കും. ഡിസ്ട്രിക്ട് വൈസ് എന്ന സെക്ഷനിലായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. അപ്പോൾ പാലക്കാട് ജില്ലയിലേക്കാണ് ഒരു ഒഴിവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ SC ST കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇതെന്ന് കൂടി മനസ്സിലാക്കുക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നൽകിയിട്ട് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് അവിടെ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC ST ഓൺലി എന്നാണ് ഇവിടെ നൽകിയിരുന്നത്. ഇനി ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ക്വാളിഫിക്കേഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ SSLC പാസ്സായിരിക്കുമെന്നുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ് ഈ പറയുന്ന പ്രോസസ് സെർവർ പോസ്റ്റിനെ അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ട യോഗ്യത. മാത്രമല്ല നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണത്. പക്ഷേ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിനെ സൈക്കിൾ ഓടിക്കാൻ അറിയണം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ നൽകിയിട്ടില്ല. അത് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. മാത്രമല്ല SSLC പാസ്സായിരിക്കും എന്നുള്ളൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ് ഈ പറയുന്ന പ്രോസസ് സെർവർ പോസ്റ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും SC ST കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. SSLCയും അതോടൊപ്പം തന്നെ സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് സൈക്ലിംഗ് അറിയണം എന്നുള്ളൊരു നിർബന്ധം ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ എന്തായാലും SSLC പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 41 വയസ്സിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്തായാലും നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും ഈ ഒരു പോസ്റ്റ് നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഒരു വേക്കൻസിയാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാതിരിക്കരുത്. എന്തായാലും ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. SC ST കാറ്റഗറിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ എന്തായാലും അവർക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. 17,500 രൂപ മുതൽ 39,500 രൂപ വരെയാണ് ഈ പറയുന്ന ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രോസസ് സെർവർ എന്ന പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. അവസാന തീയതി അപേക്ഷിക്കേണ്ട അവസാന തീയതി 23/12/2020 അപ്പോൾ എല്ലാവരും കേരള PSC തുളസിയുടെ ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന SLC ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഈ ഒരു ലിങ്കിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. മാത്രമല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എന്തായാലും SLC പാസ്സായ SC ST കാൻഡിഡേറ്റ്സിനെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പാലക്കാട് ജില്ലയിലാണ് ഒരു ഒഴിവുള്ളത്. അപ്പോൾ നിങ്ങൾ കേരള PSC ലോഗിൻ ചെയ്ത ശേഷം ഡിസ്ട്രിക്ട് വൈസ് സെക്ഷൻ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയുക. അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും SC ST കാൻഡിഡേറ്റ്സ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. മാത്രമല്ല SC ST കാറ്റഗറിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.